ഗൈസ്, ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് വീക്ക് ഞാൻ ആലപ്പുഴ പോയിരുന്നു. അപ്പോൾ എടുത്ത ക്ലിപ്സൊക്കെ വെച്ചിട്ട് ഒരു വ്ലോഗ് പോലെ ചെയ്തതാണ് ഈ വീഡിയോ. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ മെയിൻ സ്പോട്ട് അമ്പലപ്പുഴയാണ്. പക്ഷേ ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ 2 അമ്പലത്തിൽ കയറിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഫസ്റ്റ് ഞങ്ങൾ പോയത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. പിന്നെ അമ്പലത്തിൽ വന്ന മുല്ലപ്പൂ എനിക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാറിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ മുല്ലപ്പൂ തൂക്കിയിട്ടേക്കുന്ന കണ്ടായിരുന്നു. അങ്ങനെയാണ് ആൻറ്റി അത് അന്വേഷിച്ചാണ് മുന്നേ നടന്നു പോകുന്നത്. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും മുല്ലപ്പൂ കാണാനില്ല. അങ്ങനെ കുറച്ച് നടന്ന് തിരിച്ച് വന്നപ്പോഴേക്കും ആ ഷോപ്പിലുള്ള ആൾക്കാർ ആ മുല്ലപ്പൂ വെയിലടിക്കുന്നതുകൊണ്ട് എടുത്ത് ഉള്ളിൽ വെച്ചതാണ്. പക്ഷെ എങ്ങനെയാണേലും മുല്ലപ്പൂ നമുക്ക് കിട്ടി. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നന്നായിട്ട് തൊഴുത് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് മണ്ണാറശാലയാണ്. മണ്ണാറശാല ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് ഒരുപാട് സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തൊഴുതിട്ട് വേഗം ഇറങ്ങി. ഗുരുവായൂർ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്പലമാണ് അമ്പലപ്പുഴ. സാധാരണ ഞാൻ പോകുമ്പോഴേക്കും വലിയ തിരക്കില്ലാത്ത സമയത്താണ്, ഒരുപാട് രാവിലെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് എനിക്ക് പാൽപ്പായസം കിട്ടിയിട്ടേ ഇല്ല അമ്പലപ്പുഴയിൽ നിന്ന്. അതുകൊണ്ട് ഇത്തവണ പോകുമ്പോൾ എന്തായാലും പാൽപ്പായസം വാങ്ങണമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ലേറ്റായിട്ട് ഇറങ്ങിയതും ഈ 2 ക്ഷേത്രത്തിൽ കയറിയിട്ട് അമ്പലപ്പുഴ പോയതും. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഡയറക്റ്റ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഭഗവാനെ കണ്ട് തൊഴുവാൻ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തൊഴുതിറങ്ങി. സാധാരണ 11 മണിക്കാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് നമ്മൾ ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അന്ന് ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് തന്നെ അവർ നമ്മളെടുത്ത് ടോക്കണൊന്നും എടുക്കാണ്ട് ഡയറക്റ്റ് ക്യൂവിൽ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ അവിടുത്തെ കുറച്ച് കൺഫ്യൂഷൻസിന് ശേഷം പാൽപ്പായസം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടും എനിക്ക് അച്ഛൻ പാൽപ്പായസം അടിപൊളിയായിട്ട് വാങ്ങി തന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പാൽപ്പായസം കിട്ടും. കാരണം നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഞങ്ങളുടെ കൂടെ ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നവർക്ക് അവിടെ കൗണ്ടർ പോലും ഓപ്പൺ ആയിരുന്നില്ല. ഒരുപാട് ടൈം നിന്നു. പക്ഷേ അച്ഛൻ അപ്പോഴേക്കും എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, പാൽപ്പായസം കിട്ടി, അവിടെ നിൽക്കണ്ട, ഇങ്ങ് ഫ്രണ്ടിൽ വാ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് അമ്പലപ്പുഴ പോയത്. അങ്ങനെ അമ്പലങ്ങളിലെല്ലാം പോയി പാൽപ്പായസമൊക്കെ വാങ്ങി. അപ്പോൾ തന്നെ സമയം ഒരു 2:30 ആയി. ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ പോയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം നമ്മളവിടെ ഓർഡർ ചെയ്തിട്ട് വേണം നമ്മൾ പോയി ഇരിക്കാനായിട്ട്.
നമുക്ക് കണ്ട് എല്ലാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവിടെ വെച്ച് തന്നെ ഓർഡർ ചെയ്യാം. പറഞ്ഞു പാൽക്കപ്പ, നോർമൽ കപ്പ, പിന്നെ 2 വെറൈറ്റീസ് ഓഫ് ഫിഷ് കറി, പ്രോൺസ് ഫ്രൈ, സ്ക്വിഡിൻ്റെ ഒരു ഐറ്റം പറഞ്ഞു, ചിക്കൻ്റെ ഒരു ഐറ്റം പറഞ്ഞു, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ പറഞ്ഞു.